ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ. പാകിസ്ഥാനെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 20 വർഷങ്ങളായി അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തൊന്നും ഒരു വളർച്ചയും കൈവരിച്ചിട്ടില്ല. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തിലോ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലെ ഉയർച്ചയ്ക്കോ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവർ ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ ഭീകരവാദവും ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെയും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തി. അവർക്കറിയാം, നന്നായിട്ടറിയാം, ഇന്ത്യയുടെ ശക്തി നന്നായിട്ടറിയാം. പക്ഷേ അതിനെ എങ്ങനെയാണ് ഹിന്ദു മഹാസഭ നോക്കിക്കാണുന്നത്? നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദേശീയ കാഴ്ചപ്പാടിൽ മാത്രം തന്നെയാണ്. അതായത് ഇപ്പം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, ജെയിൻ, സിഖ്, സോട്ടോറിസം അങ്ങനെ പറയുന്ന ഒരുപാട് വിങ് നമ്മുടെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നതും നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ബംഗ്ലാദേശും ഇതുമൊക്കെ ഭാഗമായിരുന്നു. പക്ഷെ അവർ അതിനകത്ത് ഈ തീവ്രവാദ ഐഡിയോളജി അവർ കൊണ്ടുവന്നതോടുകൂടിയാണ് ഈ സ്വഭാവം മാറിയത്. കാരണം തീവ്രവാദ ചിന്തകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആത്മീയതയും അത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. തീവ്രവാദം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ക്രിയേഷൻ സൈഡ് വരുമ്പോൾ തീവ്രവാദം എന്ന് പറഞ്ഞ ഡിസ്ട്രക്റ്റീവ് സൈഡാണ്. അപ്പോൾ ഇതിൽ ഈ പെൽഹാമിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നയം ഇപ്പോൾ പാകിസ്ഥാനിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കാഷ്വാലിറ്റി ഇന്ത്യക്കും ഉണ്ടാവും, നമ്മുടെ സോൾജേഴ്സിനും ഉണ്ടാവും. അല്ലെങ്കിൽ രാവൺ വിദ്യ ഫോളോ ചെയ്യണം. രാവൺ വിദ്യ ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ബോധിധർമ്മൻ, അബ്ദുൽ കലാം സാർ ഒക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു സാധനമാണ്. രാവൺ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ ഈ ശത്രുവിനെ മാത്രം തേടിപ്പിടിച്ച് ശത്രുവിൻ്റെ തന്നെ എനർജി ശത്രുവിന് അഗൻസ്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ശത്രു ഇല്ലാണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിനെ ഒന്നും നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഗുരുവര്യന്മാരോ ഇന്ത്യൻ ആർമിക്ക് പോലും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമോ കിട്ടാതെ പോയി. ദാറ്റ് പാർട്ട് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ഇതിലിപ്പോൾ പഹൽഗാമിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മളിപ്പോൾ കുറേ പേര് ഇവിടുന്ന് എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ ചികിത്സയിൽ വരുന്ന കുറച്ച് പാവങ്ങളുടെ കാര്യം വാർത്ത വന്നു. ഇവിടെ തന്നെ ജീവിച്ച് ഇവിടുത്തെ സംസ്കാരം ഉൾക്കൊണ്ട് പാകിസ്ഥാൻ്റെ ആ ഒരു ഭീകരത അല്ലെങ്കിൽ ആ ഒരു തീവ്രത ചിന്തയെ ഉൾക്കൊള്ളാതെ ഇന്ത്യയുടെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതും അതെല്ലാം ഒന്നായതുകൊണ്ട് തന്നെ ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ യോജിക്കുന്നു. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 5 ലക്ഷത്തോളം യുവതികൾ, അതായത് ഇന്ത്യൻ യുവാക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീകൾ ഇവിടെയുണ്ട്. പക്ഷേ അവരൊക്കെ ഇവിടുത്തെ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മോദിയുടെ നയങ്ങൾ, ഇവിടുത്തെ ഒരു സംസ്കാരം, എല്ലാ മതങ്ങളോടും കാണിക്കുന്ന ആ ഒരു സഹിഷ്ണുത, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇതിനോട് ഇഷ്ടപ്പെട്ട അവർ കുഞ്ഞുങ്ങളുമൊക്കെ ആയി സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ അവരൊന്നും അല്ല ഇതിൽ അപകടകാരികൾ. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരുമൊക്കെയാണ് പാകിസ്ഥാന് ജയ് വിളിക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ചിന്തിക്കാതെ ഇപ്പം നമ്മുടെ അഖില ഭാരത ഹിന്ദു മഹാസഭ മുന്നോട്ട് വയ്ക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനം, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൂലാധാരമാണ്. ഈ കേരളത്തിൽ പാകിസ്ഥാൻ്റെ കൊടിയും വെച്ച്, പാകിസ്ഥാൻ്റെ നിറവും വെച്ച്, പാകിസ്ഥാൻ്റെ ചിഹ്നവും വെച്ച്, പാകിസ്ഥാൻ്റെ ഐഡിയോളജി, തീവ്ര ഐഡിയോളജിയും വെച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. ആദ്യം ബാൻ ചെയ്യേണ്ടത് അത്തരം പ്രസ്ഥാനങ്ങളെയാണ്. അവരുടെ ഐഡിയോളജിയെ മനസ്സിലാക്കിയിട്ട് അതിനെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത്. അത് ഉന്മൂലനം ചെയ്യാതെ ഇപ്പോൾ പൈൽസ് രോഗം വരുമ്പോൾ അതിൻ്റെ തലയിൽ അമൃതാഞ്ജൻ ഇടുന്ന പോലുള്ള സംവിധാനങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് രോഗത്തെ ചികിത്സിക്കുന്നത് ഒരു രീതി പോലെ ഇരിക്കും. രോഗകാരണത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ഇപ്പൊ വഖഫിന്റെ കേസിൽ വളരെ നല്ലൊരു സ്റ്റൈലിലേക്ക് നമ്മൾ മുന്നോട്ട് വന്നു. പക്ഷെ അതേപോലെ തന്നെ എന്തുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കാതെ വിധി പറഞ്ഞില്ല, പഠിക്കാതെ അതിനെപ്പറ്റി റേസ് ചെയ്തില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. ഇപ്പം ഇത് PFIനെ ബാൻ ചെയ്തു. എന്നാൽ PFIയുടെ രാഷ്ട്രീയ സംഘടനയായ SDPIനെ ഇവിടെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ SDPI ഇപ്പം മുസ്ലിം ലീഗുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ രീതി എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പക്ക തീവ്രവാദ സംഘടനയാണ്. എന്നാൽ പുറത്ത് വെള്ളയിട്ട് നടന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലുള്ളവർ തീവ്രവാദികളല്ല എന്നാണോ പറയുന്നത്? അതിനകത്തുള്ള തീവ്രവാദം എത്ര വലുതാണ്. അവർ സൈലന്റ് ആയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. അവരുടെ പേരിൽ തന്നെ ഒരു വർഗീയ ചിന്ത വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ കൊടി എന്താണ്? പച്ച കളറിലെ പാകിസ്ഥാൻ ഫ്ലാഗാണ്. ആ ഫ്ലാഗ് ഇവിടെ ഇന്ത്യയിൽ പറക്കുമ്പോൾ ആ ഫ്ലാഗും തൂക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ ജുഡീഷ്യറിക്കെതിരെ, ഇന്ത്യയുടെ ന്യായ സംവിധാനങ്ങൾക്കെതിരെ എല്ലാത്തിനും അവർ ഫൈറ്റ് ചെയ്യല്ലേ. തീർച്ചയായിട്ടും.
അവരെന്തിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരെ ആണ് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യണം. ആദ്യം ഇവിടെ നിന്ന് മാറ്റേണ്ടത് അതാണ്. അതേസമയം ഇപ്പം ഒരു 10 പേരോ അല്ലെങ്കിൽ 20 പേരോ ഒക്കെ ഇന്ത്യയിൽ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റ് ബംഗ്ലാദേശിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വി ഹാവ് എ സ്ട്രോങ് ഇന്റലിജൻസ്. ആ സ്ട്രോങ് ഇന്റലിജൻസ് ഇതിനെ പഠിക്കണം. തീർച്ചയായിട്ടും. വാട്ട് ഈസ് their actually what's their job then? They have to study about them and they have to monitor and they should probe into their activities. ഇതാണ് അവർ ചെയ്യുന്നത്. Of course. അതായത് അത് മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് സംവിധാനം നമുക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. ഇപ്പൊ ഒരു വ്യക്തി ഒരു തീവ്രവാദം കാണിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം 10 മുസ്ലിംസിനെ എടുത്തു കഴിഞ്ഞാൽ 7 പേര് തീവ്രവാദികളല്ല ഇന്നത്തെ കണക്കിൽ. പക്ഷേ 3 പേര് തീവ്രവാദികളാണ്. ഈ 3 തീവ്രവാദികളെ ഈ 7 പേർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കണം. അത് ചെയ്യാനുള്ള ഭയവും അത് ചെയ്യാനുള്ള മടിയുമാണ് ഇന്ന് ഈ തീവ്രവാദത്തിന്റെ അവസ്ഥയിലേക്ക് കേരളം അടക്കം കുതിച്ചു കയറുന്നത്. പിന്നെ കേരളത്തിന് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇവരെ നറിഷ് ചെയ്തും ഇവരെ പ്രൊട്ടക്ട് ചെയ്തും കൊണ്ടുപോകുന്നതാണ് ഇത്തരം തീവ്രവാദം വളരാൻ കാരണം. ആദ്യമായിട്ട് IS-ന്റെ 24 പേരെ നമ്മളല്ലേ ഇവിടുന്ന് പുറത്ത് കാണിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഡ്രഗ് മാഫിയാണ്. ഇന്ന് ഇത്രയും കുട്ടികളുടെ, അതായത് ഹിന്ദുസ്ഥാന്റെ ചരിത്രം തന്നെ അല്ലെങ്കിൽ ഇതിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാക്കുന്ന വിധത്തിലാണ് ഈ തീവ്രവാദം വളർന്നിരിക്കുന്നത്. തഹാവൂർ ഹുസൈൻ റാണ കേരളത്തിൽ വന്നപ്പോൾ, കൊച്ചിയിൽ വന്നപ്പോൾ എത്ര പേര് കണ്ടു എന്നുള്ളതിൻ്റെയൊക്കെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അന്ന് ബെഹ്റ ഇതിനെപ്പറ്റി ഇതിന്റെ ലോക്നാഥ് ബെഹ്റ സംസാരിച്ചു. അന്ന് ഈ വിഷയവും ഇവരുടെ ആക്ടിവിറ്റീസും പറഞ്ഞതിന്റെ ശേഷമാണ് 24 പേരെ ടെററിസ്റ്റുകൾ ഇവിടുന്ന് IS-മായി ബന്ധപ്പെട്ടുള്ളതിനെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഞാനിത് പറയുമ്പോൾ ഇവരും ഇവരുടെ ഡ്രഗ് ഇൻവോൾവ്മെന്റും, കാരണം ഒരു ബോംബിട്ട 10 പേരോ 20 പേരോ മരിക്കും. ഡ്രഗ്സ് കൊണ്ട് ഓരോ മാസവും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെററിസമാണ്. 3 വർഷത്തിനുള്ളിൽ ഒരു ജീവൻ തന്നെ ഇല്ലാണ്ടാക്കുകയാണ്. അപ്പൊ ഇതിനെതിരെ സംസാരിച്ചതിന് എനിക്കെതിരെ ഇവിടുത്തെ ഗവൺമെന്റ് മതസ്പർദ്ധയാണ് തന്നെ എന്നെ 59 ദിവസം ജയിലിലിട്ടു. പ്ലസ് വീണ്ടും ഈ വിവരം DGP അറിയിക്കാൻ പോയപ്പോൾ വീണ്ടും 6 ദിവസം പിടിച്ച് ജയിലിലിട്ടു. അപ്പം ഇങ്ങനെ ജയിലിലിട്ടും പോലീസ് കേസ് കൊടുത്തും ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തെയാണ് ഹൈജാക്ക് ചെയ്ത് ഇവർ യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം എടുക്കാം. പിണറായി വിജയനെ ഇവരെല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടി ഒതുക്കാൻ ശ്രമിക്കുന്നു. പിണറായി വിജയനെ ഒതുക്കി കഴിഞ്ഞാൽ പിണറായി ശരിയല്ല, പിണറായി മോശമാണെന്ന് പറഞ്ഞ് ഇതാക്കുന്നു. പിണറായിനെ ചവിട്ടി താഴെ ഇറക്കി കഴിഞ്ഞാലുള്ള ഗുണം ആർക്കാണ്? നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം. ഇതൊരു വളരെ ചിന്തിക്കേണ്ട ഒരു പൊളിറ്റിക്സ് ആണ് ഞാൻ പറയുന്നത്. അതായത് പിണറായി വിജയനെ പുറത്തിറക്കി കഴിഞ്ഞാൽ പിണറായി വിജയനെ കുറ്റം പറയുന്ന നമ്മുടെ ആൾക്കാരെ കൊണ്ടും കുറ്റം പറയിപ്പിക്കുന്നുണ്ട്. ഞാനും പിണറായിയുടെ ചില കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ട്, അത് രാഷ്ട്രീയപരമായിട്ട്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിണറായി വിജയനെ പോലെ ഏറ്റവും കൂടുതൽ സന്യാസിമാരെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെയൊക്കെ ബഹുമാനിക്കുന്ന വേറൊരാളെ കാണാൻ ബുദ്ധിമുട്ടാണ് ഈ പാർട്ടിക്കകത്ത്. അത്രയും മാത്രം അദ്ദേഹം ഈ സനാതന ചിന്തകൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിരീശ്വരവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് എന്താണ്? നിരീശ്വരവാദം ചാർവാകന്റെ സമ്പ്രദായമാണ്. ഹിന്ദു ചിന്താധാരകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാർവാകന്റെ ചിന്താധാരയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ചാർവാകനും ഈ സനാതന ധർമ്മത്തിനെയും ഈ ഹിന്ദു ധർമ്മത്തിന്റെയും ഭാഗമാണ്. അപ്പൊ ചാർവാകന്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പിണറായി വിജയനും ഹിന്ദു തന്നെയാണ്. എന്നാൽ പിണറായി വിജയനെ പുറത്താക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ അടുത്ത് വരാൻ ചാൻസ് ഉള്ള ആരെന്നറിയോ? ഈ പറയുന്ന പാകിസ്ഥാന്റെ കൊടിയും പാകിസ്ഥാന്റെ നിറവും പാകിസ്ഥാന്റെ ചിഹ്നവും വെച്ച് പോകുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയാണ് അടുത്ത മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. ഇനി കുഞ്ഞാലിക്കുട്ടി ആയില്ല, ഇനി കോൺഗ്രസിന്റെ ഒരാളാണ് വരികയാണെങ്കിൽ പോലും ഈ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗ് ആയിരിക്കും. കെ സുധാകരനെ ഇപ്പോ മാറ്റിയിട്ട് ആന്റണിയെ ഈ സ്ഥാനത്തേക്ക് KPCC പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമം അത് ഉടൻ തന്നെ പ്രഖ്യാപനം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കത്തോലിക്ക സഭയെ പ്രീതിപ്പെടുത്തുന്നതിന് കേട്ടു. അപ്പൊ അവിടെ ഈ ആന്റോനെ അവരെയും ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഇതിൽ വളരെ വ്യക്തമായിട്ട് നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഹിന്ദുക്കളുടെ സുരക്ഷയാണ് വേണമെങ്കിൽ കെ സുധാകരൻ തന്നെ വേണം ഹിന്ദുക്കളുടെ സുരക്ഷ കോൺഗ്രസിൽ ഉറപ്പുവരുത്താൻ. അതേസമയത്ത് കെ സുധാകരൻ ജീനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ സുരക്ഷ കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസിലുള്ള ഒരുപാട് സാധുക്കളുണ്ട്, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിണറായി വിജയനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണം എന്താണ്?
ലീഗിന് ഇത് വരുന്നത്. അപ്പൊ എത്ര അവരുടെ സ്ട്രാറ്റജി ഭയങ്കര അതെ അതെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പുറത്ത് പറയുമ്പോൾ ആദ്യം പറയും നമ്മൾ വർഗീയവാദിയാന്ന് പറയും. വി ജസ്റ്റ് കെയർ എ ഡാം. നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാനേ പോകുന്നില്ല. കാരണം അവർ പറയുന്നതല്ല നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താണോ ശരി, എന്താണോ ധർമ്മം എന്നുള്ളതിനെ നോക്കി സ്വാഭാവികമായിട്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുവാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം 35 സീറ്റ്, കഴിഞ്ഞ തവണ 37 സീറ്റ്, 50 സീറ്റ് മതി. അത് ഈ 35 സീറ്റ് ആദ്യം കിട്ടിയ സ്ഥലത്തല്ല അടുത്ത തവണ 37 കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് ഒരു 60-70 സീറ്റുകളിൽ പൂർണ്ണമായും വിജയിക്കാൻ സുസജ്ജമാണ് BJP. അപ്പോൾ അതിന് ഹിന്ദു മഹാസഭയ്ക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടല്ലോ. ഇപ്രാവശ്യം അതിൽ നല്ല കാൻഡിഡേറ്റ്, അതായത് ജനങ്ങൾക്ക് ഗുണമുള്ള, ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ഹിന്ദുസ്ഥാൻ്റെ നന്മ ഉയർത്തിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ദേശീയവാദികളെയും ദേശഭക്തരെയും നമ്മൾ തേടുകയാണ്, നമ്മൾ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഇതിൽ ചില്ലറ കിട്ടും അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടുമെന്ന് നോക്കുന്നവരല്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭാരതാംബയെ സ്വന്തം അമ്മയായി കാണുന്ന അത്രയും നല്ല മക്കൾ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം തിരുവനന്തപുരം അനന്തപത്മനാഭൻ്റെ പ്രത്യേകിച്ച് ഹിന്ദു വികാരവും ഹിന്ദു ചിന്തകളും അസ്തമിക്കാതെ ഉദിച്ചുദിച്ച് നിൽക്കുന്ന ഒരു നാടാണ്. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും നല്ല മക്കൾ മുന്നോട്ട് വരും, ഭാരതാംബയുടെ മക്കൾ മുന്നോട്ട് വരും എന്നുള്ളതാണ് ഹിന്ദു മഹാസഭയുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയും അവർക്ക് വേണ്ടിയിട്ടുള്ള വിജയസാധ്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഹിന്ദു മഹാസഭ മാത്രമല്ല, യഥാർത്ഥ ഹിന്ദുക്കളോ ഒന്നിച്ച് തന്നെ നിന്ന് ചെയ്യുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത്. ഏതായാലും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.